ശത്രുക്കളുടെ തല കൊയ്തിരുന്ന യോദ്ധാക്കളായിരുന്നു ഇവർ. ഒരു വിജയത്തെ മഹത്തരമാക്കാൻ ഇതിലും മികച്ച ഒരു സമ്മാനം ഇവർക്കുണ്ടായിരുന്നില്ല. ഓരോരുത്തരുടെയും അഭിമാനമായിരുന്നു അവർ കൊയ്തെടുത്ത തലകൾ. ഇവിടുത്തെ കുന്നുകൾ ഈ പോരാളികളുടെ വിഹാരരംഗങ്ങളായിരുന്നു. ഈ യോദ്ധാക്കളുടെ നാട്ടിലേക്ക് സ്വാഗതം. മലകളുടെയും കാടുകളുടെയും വേഴാമ്പലിന്റെയും നാടാണ് നാഗാലാൻഡ്. ജനസംഖ്യയിലും വിസ്തീർണത്തിലും വളരെ ചെറിയ ഒരു പ്രദേശം. ബർമയുമായും അസമുമായും ഇവിടുത്തെ ജനങ്ങൾക്ക് കാലങ്ങളായുള്ള ബന്ധമുണ്ട്. ചെറുതും വലുതുമായ നിരവധി മലനിരകൾ ചേർന്നതാണ് നാഗാലാൻഡ്. അസമിനോട് ചേർന്ന് വളരെ കുറച്ച് പ്രദേശം മാത്രമാണ് സമതലമായിട്ടുള്ളത്. ഈ മലനിരകളാകട്ടെ കൊടും കാടുകളും. കൃഷിയാണ് ഭൂരിഭാഗം ആളുകളുടെയും ഉപജീവന മാർഗം. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കാരണം വിശാല ഇന്ത്യയിൽ നിന്ന് പണ്ടു മുതൽക്കേ ഒറ്റപ്പെട്ടുകിടന്ന പ്രദേശമായിരുന്നു ഇത്. രാജ്യത്ത് നടന്ന രാഷ്ട്രീയ സാമൂഹ്യ മാറ്റങ്ങളൊന്നും ഈ ജനതയെ ബാധിച്ചിട്ടേയില്ല. സ്വന്തമായ ഗോത്ര നിയമങ്ങളും ആവാസ വ്യവസ്ഥയുമായി നാഗന്മാർ കാലങ്ങളായി ജീവിച്ചു പോന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ പ്രദേശം ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. ഇതിനുശേഷം സാംസ്കാരികമായും വിദ്യാഭ്യാസപരമായും ഒട്ടേറെ മാറ്റങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങൾ വിധേയരായി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം മറ്റൊരു രാജ്യമായി തുടരാനുള്ള ചില നാഗാ ഗോത്രങ്ങളുടെ തീരുമാനം രക്തരൂഷിതമായ സംഘർഷങ്ങളിലേക്കാണ് ഈ പ്രദേശത്തെ തള്ളിയിട്ടത്. സൈനിക നടപടികളും അതിനെതിരെ നാഗന്മാർ നടത്തിയ ഒളിയാക്രമണങ്ങളും ഈ കുന്നുകളിൽ അശാന്തിയുടെ നിഴൽ പടർത്തി. കാലങ്ങൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷം നാഗാലാൻഡ് സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. മെല്ലെ മെല്ലെ ഈ നാട് സമാധാനത്തിലേക്ക് തിരിച്ചെത്തി. നാഗാ പ്രദേശങ്ങളിലെ ആദ്യ നഗരമാണ് കൊഹിമ, നാഗാലാൻഡിന്റെ തലസ്ഥാനം. ബ്രിട്ടീഷുകാരാണ് ഒരു നാഗാ ഗ്രാമത്തിൽ നിന്ന് ഒരു നഗരമായി ഈ പ്രദേശത്തെ മാറ്റിയത്. 1,00,000-ൽ താഴെ ജനസംഖ്യയാണ് ഈ നഗരത്തിലുള്ളത്. ബ്രിട്ടീഷ് സ്വാധീനത്തിന്റെ ശേഷിപ്പുകൾ ഇന്നും കൊഹിമയിൽ കാണാം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സഖ്യസൈനികരുടെ ഓർമ്മയ്ക്കായുള്ള സെമിത്തേരി ഈ നഗരത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരിടമാണ്. എല്ലാ ചെറുപട്ടണങ്ങളെയും പോലെ ഒരു ആധുനിക നഗരമാകാനുള്ള കുതിപ്പിലാണ് കൊഹിമയും.
ഉത്സവങ്ങളുടെ നാടാണ് നാഗാലാൻഡ്. 66 നാഗാ ഗോത്ര വിഭാഗങ്ങൾ ഇവിടെയുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഓരോ ഗോത്രങ്ങൾക്കും വ്യത്യസ്തമായ ആഘോഷങ്ങളും. അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും ഉത്സവങ്ങളാണ് നാഗാലാൻഡിൽ. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഭാഷയിലും അപാരമായ വൈവിധ്യമാണ് ഈ ഗോത്രങ്ങൾക്കിടയിൽ. ഓരോ ഗോത്രത്തിനും അവരുടെ തനതായ വസ്ത്രധാരണ രീതികളും ആഭരണങ്ങളും ആയുധങ്ങളുമുണ്ട്. ഇതിലൂടെ ഓരോ നാഗനെയും പ്രത്യേകം തിരിച്ചറിയാം. അതിപുരാതനമായ ചരിത്രമാണ് നാഗാഗോത്രങ്ങളുടേത്. നാടോടിക്കഥകൾ കൊണ്ടും പാട്ടുകൾ കൊണ്ടും സമ്പന്നമാണ് നാഗന്മാരുടെ സംസ്കാരം. പൂർവികരായ യോദ്ധാക്കളുടെ വീരഗാഥകൾ വാഴ്ത്തിപ്പാടുന്നവയാണ് മിക്ക ഗാനങ്ങളും. കൃഷിയുമായും നായാട്ടുമായും ബന്ധപ്പെട്ട നൃത്തരൂപങ്ങളും ഗാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. നാഗാലാൻഡിലെ എല്ലാ ഗോത്രങ്ങളുടെയും കൂടിച്ചേരലാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. തലസ്ഥാനമായ കൊഹിമയ്ക്കടുത്തുള്ള നാഗാ ഹെറിറ്റേജ് വില്ലേജിലാണ് എല്ലാ വർഷവും ഡിസംബർ ആദ്യ ആഴ്ചയിൽ ഈ ഉത്സവം നടക്കാറുള്ളത്. നാഗാ സംസ്കാരങ്ങളുടെ വൈവിധ്യത്തിന്റെ കൂടിച്ചേരലാണിത്. വിവിധ ഗോത്രങ്ങളെ ഒന്നിച്ചു കൊണ്ടുവരാനും നാഗാലാൻഡിന്റെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുമാണ് ഈ ഉത്സവം സർക്കാർ സംഘടിപ്പിക്കുന്നത്. ഗോത്രഗ്രാമങ്ങളിൽ നിന്നുള്ള പലതരം നൃത്തങ്ങൾ, സംഗീത പരിപാടികൾ, കായിക വിനോദങ്ങൾ, വിവിധതരം കലാരൂപങ്ങൾ എന്നിവയാണ് ഹോൺബിൽ ഫെസ്റ്റിവലിൽ അവതരിപ്പിക്കാറുള്ളത്. ഗോത്രവിഭാഗങ്ങളുടെ കരവിരുത് വിളിച്ചോതുന്ന കരകൗശല വസ്തുക്കളുടെയും വിവിധ നാഗൻ ചിത്രകലാരീതികൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങളുടെയും പ്രദർശനവും ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ ഭാഗമായുണ്ട്.
തദ്ദേശീയമായ രുചിഭേദങ്ങൾ പരിചയപ്പെടുത്തുന്ന ഭക്ഷ്യമേളകളും ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഗോത്രങ്ങളിലെ വ്യത്യസ്തത പോലെ തന്നെയാണ് ഇവരുടെ ഭക്ഷണ രീതികളിലെ വൈവിധ്യവും. പുഴുക്കൾ മുതൽ തവള വരെയും പട്ടിയിറച്ചി മുതൽ മുളമ്പൂ വരെയും ഇവരുടെ വിഭവങ്ങളിൽ പെടുന്നു. ഗോത്രജീവിതത്തിന്റെ ശൈലികളാണ് ഇവരുടെ ഭക്ഷണ രീതികളിലും പ്രതിഫലിക്കുന്നത്. ഇവരുടെ ഭക്ഷണത്തിൽ പ്രത്യേക വേർതിരിവുകളില്ല. വിശപ്പടക്കാനായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം ഇവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പ്രത്യേക കൂട്ടുകളിലൂടെ വാറ്റിയെടുക്കുന്ന മദ്യവും ഇവരുടെ ആഘോഷങ്ങളെ ലഹരിയിലാക്കുന്നു. ഹോൺബിൽ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് കൊഹിമയിലെങ്ങും ജനങ്ങൾ ഉത്സവലഹരിയിലായിരിക്കും. സഞ്ചാരികൾ എത്തുന്നതോടെ രാത്രി ജീവിതവും കൂടുതൽ ഊർജ്ജസ്വലമാകും. കച്ചവടവും ഭക്ഷണവും സംഗീതവുമായി ഈ ആഘോഷകാലം അവർ ആവേശത്തോടെ ഏറ്റെടുക്കുന്നു. നാഗാലാൻഡിന്റെ വ്യത്യസ്തതയുടെ ഒരു നേർക്കാഴ്ചയാണ് ഹോൺബിൽ ഫെസ്റ്റിവൽ. നാഗന്മാർ ആധുനിക ഇന്ത്യയിൽ ഒരത്ഭുതമാണ്. മലകളാൽ ചുറ്റപ്പെട്ട ഒരു ചെറിയ ഭൂപ്രദേശത്ത് അസംഖ്യം ഗോത്രങ്ങളായി ഒരു ജനവിഭാഗം. അവരുടെ ഓരോ ഗ്രാമങ്ങളും ഓരോ മലമുകളിലാണ്. തൊട്ടടുത്ത ഗ്രാമത്തേക്കാൾ ഭാഷയിലും വേഷത്തിലും രീതികളിലും അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇവർ തമ്മിൽ ആക്രമണങ്ങളും പതിവായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ തലകൊയ്യൽ നടത്തിയിരുന്ന ഗോത്രവിഭാഗങ്ങളായിരുന്നു ഇവർ. ഓരോ ഗ്രാമത്തിലും കൊയ്തെടുത്ത തലകൾ സൂക്ഷിക്കാനുള്ള പ്രത്യേക പുരകൾ തന്നെ ഉണ്ടായിരുന്നു. നഗരവൽക്കരണം ഈ ഗ്രാമങ്ങളെ മെല്ലെ അപ്രത്യക്ഷമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് അവരുടെ മൂല്യങ്ങളിലും ജീവിതത്തിലും സാമൂഹ്യ വ്യവസ്ഥയിലും കാര്യമായ മാറ്റങ്ങൾ ഇതിനകം വരുത്തിയിരിക്കുന്നു. ആധുനിക ലോകം നാഗന്മാരെ അവരുടെ ഗോത്ര ജീവിതത്തിൽ നിന്ന് ഏറെ മാറ്റിയിട്ടുണ്ട്. കാടുകളിൽ നിന്ന് വേഴാമ്പലുകളും മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. തങ്ങൾ തലകൊയ്തിരുന്ന കാലം അധികം വിദൂരത്തല്ലെങ്കിലും ആ സംസ്കാരത്തിന്റെ വേരുകളും ആ പോരാട്ടത്തിന്റെ ഊർജവും ആ ജീവിതത്തിന്റെ തനിമയും നാഗന്മാർ ഇന്നും പിന്തുടരുന്നു.